മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജെയ്ഡൻ സാൻചോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഡിസിഷനിൽ രണ്ട് അഭിപ്രായം കാണും, ഉറപ്പായിട്ട് അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ലൂക്ക മോഡ്രിച്ച് AC മിലാനിൽ തുടരണമെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം, രണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒപ്പം മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയുടെ ഒരു താരത്തെ തൂക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ 3 കാര്യങ്ങളാണ്, പെട്ടെന്ന് നോക്കിയേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ലൂക്ക മോഡ്രിച്ചിൽ തന്നെ തുടങ്ങാം. ലൂക്ക മോഡ്രിച്ച് നിലവിൽ 40 വയസ്സാണ്. AC മിലാനിലേക്ക് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു, കഴിഞ്ഞ സമ്മറിലായിരുന്നു ആള് റയൽ മാഡ്രിഡിൽ ആ ഒരു ലെജൻഡറി കരിയർ അവസാനിപ്പിച്ച് AC മിലാനിലേക്ക് പോയത്. ആള് 40 വയസ്സാണ്, റിട്ടയർമെന്റ് ആകേണ്ട ഒരു സമയമാണ്, വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ കിടിലൻ പെർഫോമൻസ് ആൾ നടത്തിയിട്ടുണ്ട്. കിടിലൻ പറഞ്ഞാൽ കുറഞ്ഞു പോകും, കിടിലൻ പെർഫോമൻസ് ആൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 33 മത്സരങ്ങൾ, അതിൽ നിന്ന് 2 ഗോളും 3 അസിസ്റ്റും ആള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീരിയയിൽ മാത്രം മൊത്തം 36 മത്സരങ്ങൾ കളിച്ചു. 40 വയസ്സുള്ള ഒരു മിഡ്ഫീൽഡർ 2836 മിനിറ്റാണ് ഈ സീസണിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സീരിയയുടെ കൂടുതൽ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അടുത്ത സീസൺ മുതൽ സീരിയയെ നല്ല രീതിയിൽ കവർ ചെയ്യണം, ഇറ്റാലിയൻ സീരിയയും. ഞാനത് കാണാറൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോസ് ചെയ്യുന്ന ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതേപോലെ ഇറ്റാലിയൻ സീരിയയിലെ AC മിലാൻ, ഇന്റർ മിലാൻ, ജുവന്റസിന്റെ ഒക്കെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കാം, ഉപകാരപ്പെടും. അപ്പോൾ എന്താണ് ആ ഒരു 2 തീരുമാനം? ഒന്നാമത്തെ തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു AC മിലാൻ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കണം. നിലവിൽ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണെങ്കിലും ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ പുലർച്ചെ 12:30 ഒരു മത്സരമുണ്ട്. ആ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവർ ക്വാളിഫൈ ചെയ്യും. ചില സമയത്ത് സമനിലയായാലും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നാണ്. തോറ്റു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്, എന്നാലും ചിലപ്പോൾ ക്വാളിഫൈ ആയേക്കാം. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കണം, ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 40 വയസ്സുള്ള ഒരു പ്ലെയർ ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എത്ര തവണ കളിച്ചതാ ചാമ്പ്യൻസ് ലീഗിൽ, എത്ര കാര്യങ്ങളൊക്കെ നേടിയത് ആള്, എന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ആ ഒരു ഹൈ ലെവൽ കോമ്പറ്റീഷൻ അടുത്ത സീസണിൽ തനിക്ക് കളിക്കണം എന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസിമിലിയാനോ അലഗ്രിയാണ് നിലവിലെ AC മിലാന്റെ കോച്ച്. അപ്പോൾ AC മിലാൻ അദ്ദേഹത്തെ മാറ്റും എന്നൊക്കെ ഒരു റൂമറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ AC മിലാനിൽ തുടരത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സീസണോടുകൂടി ഒറ്റ സീസണിന്റെ കോൺട്രാക്റ്റിലായിരുന്നു AC മിലാനിൽ എത്തിയിരുന്നത്. അപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ നടക്കണം. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ 12 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോഴേക്കും, ആ ഒരു മാച്ച്, ഈ ഒരു രാത്രി നടക്കുന്ന മാച്ച് കഴിയുമ്പോഴേക്കും അതിനൊരു തീരുമാനമാകും എന്തായാലും. പിന്നെ മാസിമിലിയാൻ അലഗ്രിയുടെ കാര്യം, അത് നമുക്ക് വേൾഡ് കപ്പ് കഴിയണമെന്ന് തോന്നുന്നു ആ ഒരു ഡിസിഷൻ വരാനായിട്ട്, വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ലൂക്ക മോഡ്രിച്ച് എടുത്തിട്ടുള്ള 2 തീരുമാനങ്ങൾ. ഇനി നമുക്ക് ജെയ്ഡൻ സാൻചോയുടെ കാര്യത്തിലേക്ക് വരാം. ജെയ്ഡൻ സാൻചോനെ 2021 73 മില്യൺ പൗണ്ട് നൽകിയിട്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു സമയത്ത് കുറേ പൈസ ചുമ്മാ പൊടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയ്ഡൻ സാൻചോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു ഡോർട്ട്മുണ്ടിൽ നടത്തിയിരുന്നത്. പക്ഷെ അതിന്റെ 7 അയലത്ത് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്നതാണ് റിയാലിറ്റി. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ആള് ഇംഗ്ലണ്ട് പ്ലെയർ ആണെങ്കിൽ പോലും ജർമ്മൻ ബുണ്ടസ്ലീഗയിൽ നല്ല പെർഫോമൻസ് നടത്തിയ ഒരു 80% പ്ലേയേഴ്സും ഇംഗ്ലണ്ടിൽ പോയിട്ട് ഫ്ലോപ്പ് ആകാറാണ് പതിവ്. റെയർ ആയിട്ട് ആരെങ്കിലുമൊക്കെ കത്തിയാലേ ഉള്ളൂ, അല്ലാതെ എല്ലാം കണക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്ലെയറിനും അതേ സിറ്റുവേഷൻ വന്നു. യുണൈറ്റഡിൽ പോയിട്ട് ആൾക്ക് ആ ഒരു ലെവലിൽ ഓഫ് പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല. ആളുടെ കോൺട്രാക്ട് ഈ ഒരു സമ്മറിൽ തീരുവാണ്. അപ്പോൾ സമ്മർ തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫ്രീ ഏജന്റ് ആയിട്ട് ഏത് ടീമിലും പോകാം. എന്നാൽ യുണൈറ്റഡ് സൈൻ ചെയ്ത സമയത്ത്, ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്ത സമയത്ത് അതിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീസൺ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊരു ക്ലോസ് ഉണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുവാണ് എന്നാണ് ഒരു വാർത്ത വരുന്നത്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് 2 ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ യുണൈറ്റഡിന്റെ ഭാഗത്ത് നോക്കാം, അവർ 73 മില്യൺ പൗണ്ട് ചിലവാക്കി സൈൻ ചെയ്ത ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അവർ ആ ഒരു ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. 1 വർഷത്തെ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഏതെങ്കിലും ടീമിലേക്ക് വിൽക്കുന്നു. അപ്പോൾ അവർക്ക് റിലീസ് ക്ലോസ് കിട്ടും, ചെറിയ എമൗണ്ട് ആണെങ്കിലും കിട്ടും, 30-40 മില്യൺ റിലീസ് ക്ലോസ് കിട്ടും. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഇനിയുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ പ്ലെയറിന്റെ ഭാഗത്ത് നോക്കാം. ബൊറൂസിയ ഡോർട്ട്മുണ്ടിലേക്ക് പോകണം എന്നതാണ് ജെയ്ഡൻ സാൻചോയുടെ ആഗ്രഹം. അവിടെയാണ് ഒരാൾ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. ആൾ ഇടയ്ക്ക് ലോണിൽ പോയിട്ട് അവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്.
അപ്പോൾ ബൊറൂസിയ ഡോർട്ട്മുണ്ടിലേക്ക് പോകണമെങ്കിൽ ഫ്രീ ഏജന്റ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൾക്ക് പോകാം, ഒരു പ്രശ്നവുമില്ല, ഫ്രീ ആയിട്ട് പോകാം. എന്നാൽ ഇതുപോലെ ഒരു കോൺട്രാക്ട് നൽകി കഴിഞ്ഞാൽ ഫ്രീ ഏജന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആളെ എടുക്കാൻ പറ്റും. എന്നാൽ കോൺട്രാക്ട് നൽകി കഴിഞ്ഞാൽ റിലീഫ് ക്ലോസ് എമൗണ്ട് കൊടുത്തിട്ടാണ് ആളെ വാങ്ങേണ്ടത്. 30-40 മില്യൺ ബൊറൂസിയ ഡോർട്ട്മുണ്ട് കൊടുത്ത് ജദൻ സാൻചോയെ വാങ്ങുമോ എന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ രണ്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. യുണൈറ്റഡിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ യുണൈറ്റഡ് ചെയ്തത് ശരിയാണ്. അതേ സമയത്ത് ഈ ഒരു പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന്, സാൻചോയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സാൻചോയുടെ ഭാഗത്ത് ന്യായമുള്ള പോലെ നമുക്ക് തോന്നാം. അപ്പോൾ ഇതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ആ ഒരു ആക്ടിവേറ്റ് ചെയ്ത് ആളെ അവിടെ കളിപ്പിക്കാനുള്ള തീരുമാനമാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷെ ആളെ വിൽക്കാൻ വേണ്ടി ആ ഒരു ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് അത്ര നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിനാൻഷ്യലി അത് നല്ലൊരു കാര്യമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അത് എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് ഇനി ട്രാൻസ്ഫർ വാർത്തയിലേക്ക് വരാം. ട്രാൻസ്ഫർ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായിട്ടുള്ള പെപ് ഗാർഡിയോള പോയി. പകരം വരുന്നത് എൻസോ മരസ്കയാണ്. അദ്ദേഹം ഈ ഒരു വർഷത്തിന്റെ തുടക്കം വരെ ചെൽസിയുടെ കോച്ചായിരുന്നു. അപ്പോൾ ചെൽസിയുടെ കോച്ചായിട്ടുള്ള എൻസോ മരസ്ക വരുമ്പോൾ ചെൽസിയിലെ പ്ലേയേഴ്സൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് goal.com ആണ്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ESPN ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീനൻ താരമായിട്ടുള്ള എൻസോ ഫെർണാണ്ടസിനെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കാൻ ശ്രമിക്കും വരുന്ന സമ്മറിൽ. ഓൾറെഡി ബെർണാഡോ സിൽവ മാൻ സിറ്റി വിട്ടു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പകരക്കാരൻ വേണം. ബെർണാഡോ സിൽവ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വിങ്ങിലൊക്കെ കളിക്കാൻ പറ്റും സിൽവയ്ക്ക്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡിഫൻസീവ് മിഡ്, സെന്റർ മിഡ്, അറ്റാക്കിംഗ് മിഡ്, ഈ ഒരു പൊസിഷനിലൊക്കെ കളിക്കാൻ പറ്റുന്ന, ഒരു ബോക്സ് ടു ബോക്സ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആണ് എൻസോ ഫെർണാണ്ടസ്. അപ്പോൾ എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി മാനേജ്മെന്റായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എൻസോ ഫെർണാണ്ടസിന്. അറിയാലോ, ആള് റയലിലോട്ട് പോകുന്നു, റയൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എന്തോ ഒരു കമന്റ് പറഞ്ഞ സമയത്ത് മാനേജ്മെന്റ് ആൾക്ക് 2-3 മത്സരങ്ങൾ ബാന് കൊടുത്തിരുന്നു, കളിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് ആക്കിയിരുന്നു. അതൊരു മോശം പ്രവൃത്തിയാണ്. അതായത് ആ ഒരു പ്ലെയർ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, നിങ്ങളുടെ പ്ലെയറാണ്, നിങ്ങളുടെ കോൺട്രാക്ട് ഉള്ള പ്ലെയറാണ്, നിങ്ങൾ കളിപ്പിക്കുക, അതല്ലാതെ നിങ്ങൾ കൊണ്ടുപോയി ഇതുപോലെ ഇരുത്തിയിട്ടൊന്നും കാര്യമില്ല. ഒന്നാമതെ മാനേജ്മെന്റ് ചെയ്യുന്നത് പകുതിയും പൊട്ടത്തരങ്ങളാണ്. അപ്പോൾ സാബി എത്തിയിട്ടുണ്ട് കോച്ചായിട്ട്. സാബി ആളെ കൺവിൻസ് ചെയ്ത് അവിടെ നിർത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ആൾക്ക് പോകണമെന്നാണെങ്കിൽ എൻസോ മരസ്ക എന്ന് പറയുന്ന കോച്ച് അങ്ങനെയാണ്. അദ്ദേഹം ഈ പ്ലേയേഴ്സുമായിട്ട് വളരെ ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആള് വിളിച്ചാൽ ഒരുപക്ഷെ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2032 വരെ കോൺട്രാക്ട് ഉള്ള പ്ലെയറാണ് എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസിന് 2032 വരെ കോൺട്രാക്ട് ഉണ്ട് ചെൽസിയിൽ. അപ്പോൾ അത്രയും കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് കിട്ടത്തില്ല. 150 മില്യൺ വരെ ചെൽസി ചോദിക്കുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 150 മില്യൺ. എൻസോ നല്ല പ്ലെയറൊക്കെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ 150 മില്യൺ ഒക്കെ ഭയങ്കര ഓവർ പ്രൈസാണ് 150 മില്യൺ ഒക്കെ. പക്ഷേ സിറ്റിക്ക് കൊടുത്ത് വാങ്ങാനൊക്കെ പറ്റും, അത് വേറെ കഥ. അത് കൊടുത്തൊക്കെ വാങ്ങാനൊക്കെ പറ്റും. ഈ ഒരു സീസൺ നോക്കി 51 മാച്ചസ് ആൾ കളിച്ചിട്ടുണ്ട്. 15 ഗോളും 6 അസിസ്റ്റും 51 മത്സരങ്ങളിൽ നിന്ന്. ഒരു മിഡ്ഫീൽഡറാണ്. പ്രീമിയർ ലീഗിൽ 10 ഗോളും 4 അസിസ്റ്റും ആൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെൽസിയുടെ സീസൺ വളരെ മോശമാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആൾക്ക് നല്ലൊരു പെർഫോമൻസ് നടത്താൻ പറ്റുന്നു. ആള് ചില മാച്ചിലൊക്കെ വിന്നിംഗ് ഗോളും ഒക്കെ നേടിയിട്ടുണ്ട്. ചെൽസിയുടെ ഈക്വലൈസർ ഗോളും വിന്നിംഗ് ഗോളൊക്കെ ആൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല പെർഫോമൻസ് നടത്തുന്ന പ്ലെയറാണ്. പക്ഷേ പ്രശ്നം 150 മില്യൺ യൂറോസ് ആണ്. ആളുടെ മാർക്കറ്റ് വാല്യൂ 90 മില്യൺ ഉള്ളൂ. പക്ഷേ ചെൽസി ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചെൽസിക്ക് വിൽക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഈ പ്ലെയറിന്റെ ഡിസിഷനാണ്. ഫാബിയാണല്ലോ പുതിയ കോച്ച്. അപ്പോൾ ആള് കൺവിൻസ് ചെയ്ത് അവിടെ നിർത്തിയാൽ നിന്നു. അല്ലെങ്കിൽ പ്ലെയറിന് തീരുമാനിക്കാം, എനിക്ക് പോകണമെന്നാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വിൽക്കും. ഈ അവർ പറയുന്ന ഒരു എമൗണ്ട് മാക്സിമം അവർ കുറച്ചേ വെക്കത്തുള്ളൂ. പോകാൻ നോക്കുന്ന ഒരു പ്ലെയറിനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കാറില്ല, മിക്ക ടീമും ശ്രമിക്കാറില്ല എന്നതാണ്. പിന്നെ ചില ടീമൊക്കെ ശ്രമിക്കും, അത് വേറെ കഥ. ചെൽസി അങ്ങനെ ശ്രമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ
ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ പറയുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറ്റാലിയൻ ഫുട്ബോൾ അവിടുത്തെ ഏതെങ്കിലും ടീമിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തേക്കുക. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറ്റാലിയൻ ഫുട്ബോളിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം അത് കൂടുതലും ഈ കേരളത്തിൽ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഇറ്റാലിയൻ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ആകുന്നത്. എനിക്ക് തോന്നാന്ന് അറിയാൻ പാടില്ല, എനിക്ക് വരുന്നില്ല അങ്ങനത്തെ വീഡിയോസ് ഒന്നും. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ടാണോ അത് എനിക്ക് വരാത്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയാം. പിന്നെ ജെയ്സൺ സാൻചോയുടെ കാര്യത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയാം. ഇത് ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.